റബ്ബേ മക്കള് അനുസരണയുള്ള നല്ല ദീനീ മക്കളാക്കണം റഹ്മാനെ. മക്കളുടെ വിദ്യാഭ്യാസം വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കണം റഹ്മാനെ. റബ്ബേ ഭൗതികമായ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം, എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം വേണ്ടതുപോലെ ഗ്രഹിച്ചുകൊണ്ട് വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അതാ പഠിച്ചു ഈ വലുതായി നല്ല ഉയർച്ചയിലേക്ക് എത്താൻ ഒരുപാട് ഉമ്മമാര് ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ എല്ലാ മക്കളെയും നീ ആ നിലക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കണം റഹ്മാനെ. പഠനത്തോടുള്ള ശ്രദ്ധയെ ഇട്ടുകൊടുക്കണം റഹ്മാനെ. ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ, ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, ദീനിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. എല്ലാ നിലക്കും വിജയിക്കുന്നവരിൽ നീ പെടുത്തണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളോട് ഏതൊക്കെ നിലക്ക് ഏത് വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെല്ലാം നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഈമാനിനും തഖ്വക്കും കൂട്ടത്തിനൊന്നും ഒന്നും ഞങ്ങൾക്ക് തന്നിടല്ല റഹ്മാനെ. ഇസ്സത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ദുനിയാവ് ആഖിറം വിജയിക്കാനുള്ള ദുനിയാവിനെ നൽകണേ അല്ലാഹ്. ആഖിറം നഷ്ടപ്പെടുന്ന ദുനിയാവിനെ ഞങ്ങൾക്ക് നൽകിടല്ല റഹ്മാനെ. റബ്ബേ അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وكل جميع الأنبياء والمرسلين والحمد لله رب العالمين. ചീരനി വേങ്ങാതെ ആരും പോകരുത്. ചീരനി ഒക്കെ നിൽക്കണം. ചീരനി തന്നെ പോകണം. അത് വർക്കത്തുള്ള ചീരനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീരനിയാണ്. അതുകൊണ്ട് ആരും വാങ്ങാതെ പോകണ്ട. എല്ലാവരും ഒരു ചീരനി നിർബന്ധമായിട്ട് വാങ്ങണം. പിന്നെ നമ്മുടെ മജ്‌ലിസിൽ നമ്മുടെ മജ്‌ലിസ് എല്ലാ വെള്ളിയാഴ്ചയും ലൈവിൽ ഉണ്ടാകുക. അതിന് പുറമെ റമദാനിലും റബീഉൽ അവ്വലിലും മഫ്റദുകളാണ് മാസത്തിലും ഈ 3 പരിപാടി മാത്രമേ നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ എന്റെ ഉസ്താദിന്റെ ഇടത്തരത്ത് റഹ്മാൻ ഉസ്താദിന്റെ ആണ്ടാണ് റബീഉൽ ആഖിർ മാസത്തിൽ. അതുപോലെ റബീഉൽ ആഖിർ മാസത്തിൽ മാനായ സംസുകൾ വഫാത്തായിട്ടുണ്ട്. അതേപോലെ കന്യാക് ഉസ്താദ്, താജുൽ ഉലമ, ഇങ്ങനെ ഒരുപാട് മഹാന്മാര് വഫാത്തായ മാസമാണ്. ഖാദിരിയ തരീഖത്തിന്റെ നമ്മുടെ വഫാത്തായ മാസവുമാണ്. ഖാദിരിയ തരീഖത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാര് വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ മാസം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പേരിലും എന്റെ ഉസ്താദിന്റെ പേരിലും ഈ പറയപ്പെട്ട എല്ലാ മഹാന്മാരുടെ പേരിലും ഖത്മുൽ ഖുർആൻ നിങ്ങളൊക്കെയും ഏറ്റെടുക്കണം. ഗ്രൂപ്പുകളിൽ അറിയിച്ചാൽ മതി. ഒരു ഖത്മ് ഓതാൻ പറ്റുന്ന ആളുകൾ ഓതുക, അല്ലെങ്കിൽ ജുസ്ഉ എടുക്കാൻ പറ്റുന്ന ആളുകൾ ജുസ്ഉ എടുക്കുക. അതിന് ഒരുപാട് മഹാന്മാർ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.